അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇങ്ങനെയുള്ള നമ്പറുകളെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതായത് വലിയതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന ഒരു നമ്പർ. ഇത് കണ്ടില്ലേ? ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന രണ്ടക്ക നമ്പറുകൾ. ഇപ്പോൾ 85, അതിൽ നിന്ന് നേരെ 58 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ 27 ആയിരിക്കും. അപ്പോൾ 85, 27. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് എടുത്ത് കാശ് പോയ ആൾക്കാരുണ്ടാകും. പക്ഷെ ഇങ്ങനെ എന്താണ് ഈ നമ്പറൊക്കെ നമ്മൾ ഇപ്പോൾ 85, 50 ബ്ലോക്ക് നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക. അത് ഓടിപ്പോയി എടുക്കുന്നതിന് മുന്നേ ഇത് വരാൻ സാധ്യത ഉണ്ടോയെന്നും കൂടി നിങ്ങൾ നോക്കണം. അതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 85 നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റർ എടുത്തിട്ട് വെറുതെ ഒന്ന് 58 കിഴിച്ച് നോക്കുക. ഓക്കെ, ഇപ്പോൾ 85, 50 ബ്ലോക്കിൽ നിങ്ങൾക്ക് 58 എടുക്കണം എന്നുണ്ടെങ്കിൽ 85 കിഴിക്കണം 58 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാണ്? ഇവിടെ 27 ആണ്. അപ്പോൾ 85, 27 വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു നമ്പർ കണ്ട് എടുത്താൽ മതി. അതായത് 85, 27 വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. 85, 72 വന്നാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് 85, 85, 85, 88 അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ 87, 78 അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, കണ്ടില്ലേ? 87, 78 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 87 നമ്മളിപ്പോൾ 87 കിഴിക്കണം ഒരു 78 അടിച്ചാൽ നമുക്കിവിടെ കിട്ടുന്നത് 9 തന്നെയാണ്. മനസ്സിലായില്ലേ? അതായത് 87, 09. ഞാൻ അന്നത്തെ വീഡിയോ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള മൂന്നൊക്കെ നമ്പറുകളിലൊക്കെ ഒരു 0 കണ്ടെടുക്കാം, ഓർമ്മയുണ്ട്? അപ്പോൾ ഇവിടെ 87, 09 വരുമ്പോഴാണ് 87, 78 നമ്മൾ കണ്ടെടുക്കാൻ പാടുള്ളൂ. അതിന് തൊട്ട് ബാക്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ 87, 09 കണ്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമ്പറുകൾ, ഇങ്ങനെയുള്ള നമ്പറുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, ഈ ബ്ലോക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 84 48 കിഴിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ, ഇവിടെ കിട്ടുന്ന നമ്പർ ഇപ്പോൾ 84 ഇപ്പോൾ കിഴിക്കണം 48 അടിച്ചു കഴിഞ്ഞാൽ 36 കിട്ടുന്നത്. അപ്പോൾ 84, 36 ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ 84, 48 കണ്ടാൽ എടുത്താൽ മതി. അല്ലാതെ ഓടിപ്പോയിട്ട് ഇങ്ങനത്തെ നമ്പറുകളൊന്നും എടുത്ത് കാശ് വെറുതെ കളയരുത്. ഓക്കെ, അതുപോലെ ഇവിടെ 22 ഇപ്പോൾ കട്ട നമ്പറുകളാണെന്ന് വിചാരിക്കുക. കട്ട നമ്പറുകളായാലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ 22 കിഴിക്കണം ഈ രണ്ട് നമ്പറും കൂടി കൂട്ടുക. അതായത് 2, 2, 4 ഇവിടെ 4 അടിച്ചാൽ നമുക്ക് 22, 18. അപ്പോൾ 22, 04 എടുക്കണം എന്നുണ്ടെങ്കിൽ 22, 18 വന്നിരിക്കണം. ഇത് ഇവിടെ കണ്ടില്ല, 22, 18 വന്നു പോയിട്ടുണ്ട് 17-ാം തീയതിയിൽ. അതിന് ശേഷമേ 22, 0 ബ്ലോക്കും വരുന്നുള്ളൂ. ഇതെവിടെ കണ്ടില്ല, അതിന് ശേഷം 22, 0 ബ്ലോക്ക് വന്നിട്ടുണ്ട്. 22, 03 വീണ്ടും വന്നിട്ടുണ്ട്. 22, 04 നമുക്ക് എടുക്കാൻ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 22, 40 ആയിട്ട് എടുക്കാം ആ നമ്പർ. ഓക്കെ, അപ്പം ഈ ഒരു നമ്പറുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടും കൂടി എടുക്കാൻ ശ്രമിക്കുക. അത് മറക്കരുത് നിങ്ങൾ. അല്ലാതെ ഓടിപ്പോയി എടുത്ത് വെറുതെ കാശ് കളയരുത്.